നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. വിവിധ സംസ്ഥാനങ്ങളിലെ ഗവർണർമാർക്ക് ചില നിയന്ത്രണങ്ങൾ സുപ്രീം കോടതി നേരത്തെ ഏർപ്പെടുത്തിയത് നമ്മളെല്ലാവരും അറിഞ്ഞതാണ്. പ്രത്യേകിച്ചും തമിഴ്നാട് ഗവർണറും തമിഴ്നാട് സർക്കാരുമായുള്ള വിഷയം അത് രാഷ്ട്രപതിയിലേക്ക് എത്തി നിൽക്കുന്ന സാഹചര്യത്തിലാണ് സുപ്രീം കോടതി ഇടപെടൽ നടത്തിയതും രാഷ്ട്രപതിക്ക് അങ്ങനെ സംസ്ഥാന സർക്കാർ പാസ്സാക്കുന്ന അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ നിയമസഭാ സമ്മേളനത്തിൽ പാസ്സാക്കുന്ന അജണ്ടകളെ തടഞ്ഞു വയ്ക്കാൻ, അതായത് ബില്ല് നിയമമാക്കാൻ സംസ്ഥാന സർക്കാരിനുള്ള അധികാരത്തെ ചോദ്യം ചെയ്ത് രാഷ്ട്രപതിക്ക് കത്തയക്കുകയും രാഷ്ട്രപതിക്ക് ഇതുമായി ബന്ധപ്പെട്ട് വിയോജിപ്പുമായി ബന്ധപ്പെട്ട കുറിപ്പുകൾ അയക്കുന്നതും ശരിയായ കീഴ്വഴക്കമല്ല. ഗവർണർ RN രവിക്ക് മാത്രമല്ല, BJP ഇതര ഗവർണർമാർ, പ്രത്യേകിച്ചും BJP രാഷ്ട്രീയവുമായി ബന്ധപ്പെടാത്ത അല്ലെങ്കിൽ BJP ഭരിക്കാത്ത സംസ്ഥാനങ്ങളിൽ നരേന്ദ്രമോദിയും കേന്ദ്ര സർക്കാരും വൈരാഗ്യ ബുദ്ധിയോടെ ഗവർണർമാരെ നിയോഗിച്ച് അവിടുത്തെ സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതികളെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന നീക്കങ്ങൾക്ക് സുപ്രീം കോടതിയാണ് തടസ്സം നിന്നത്. ഒരുപക്ഷെ തമിഴ്നാട് സർക്കാരിൻ്റെ വിജയമായി കണക്കാക്കുമെങ്കിലും സ്റ്റാലിൻ പറഞ്ഞത് ഇത് മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കും കിട്ടിയിരിക്കുന്ന നിയമ സാധ്യതയും നിയമവിജയവുമാണ് എന്നുള്ളതാണ് പറഞ്ഞത്. ഇത് വലിയ തിരിച്ചടിയായി മാറിക്കഴിഞ്ഞു. നമുക്കറിയാം, ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതിയായിട്ടുള്ള CP രാധാകൃഷ്ണൻ മഹാരാഷ്ട്രയുടെ ഗവർണറായിരുന്നു. പല സംസ്ഥാനങ്ങളിലും BJP ഇതര സർക്കാർ ഭരിക്കുമ്പോൾ അവിടെ അട്ടിമറി നടത്താനും അവിടുത്തെ ഭരണം സ്തംഭിപ്പിക്കാൻ ഭീഷണി ഉയർത്തുന്നതും അല്ലെങ്കിൽ അവിടുത്തെ സർക്കാർ കൊണ്ടുവരുന്ന സുപ്രധാനപരമായ ബില്ലുകൾ അത് കേന്ദ്ര സർക്കാർ നയങ്ങൾക്ക് എതിരാണെങ്കിൽ, സംഘപരിവാർ നയങ്ങൾക്ക് എതിരാണെങ്കിൽ അതൊക്കെ ചോദ്യം ചെയ്യാനും ശ്രമിക്കുന്നത് ഗവർണർമാരുടെ ഒരു പതിവായി കഴിഞ്ഞ ഏറെക്കാലമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ എടുത്തു പറയേണ്ടത്, കേരളത്തിൽ പോലും നോക്കിയാൽ അറിയാം, ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തിയ ചില അതിക്രമങ്ങൾ, ചില നിയമപരമായിട്ടുള്ള വെല്ലുവിളികൾ സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കൽ, ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. RN രവി മാത്രമല്ല, പല സംസ്ഥാനങ്ങളിലും BJP ഇതര സർക്കാരുകളെ ഉപദ്രവിച്ചു കൊണ്ടിരുന്നു. ബംഗാൾ ഗവർണറായിരുന്ന ജഗദീപ് ധൻഖർ പിന്നീട് ഉപരാഷ്ട്രപതിയായതാണ്. അതുപോലെ തന്നെ ബംഗാളിലെ ഇപ്പോഴത്തെ ഗവർണറായ CV ആനന്ദബോസ് അവിടെ തകിടം മറിക്കാൻ ശ്രമിക്കുന്നു. ഇതെല്ലാം BJP ഇതര സർക്കാരുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, അതല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള സ്ഥിരം പല്ലവിയാണ്. ഇത് പൊളിച്ചെടുക്കാൻ സുപ്രീം കോടതി കൃത്യമായി അതിനു വേണ്ടിയുള്ള പ്രത്യേകമായ സംരക്ഷണ കവാടം തന്നെ ഒരുക്കുകയാണ്. അതായത് സംസ്ഥാന സർക്കാരുകളെ ജനങ്ങളാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്, ജനങ്ങൾക്കാണ് പൂർണ്ണ അധികാരം. അതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ കോലിട്ടിളക്കാൻ വരണ്ട. ഡീസെൻട്രലൈസേഷൻ ഓഫ് പവർ അഥവാ അധികാര വികേന്ദ്രീകരണം അത് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരിനും ബാധകമാണ്. നമുക്കറിയാം, രാജ്യത്തെ ഡിഫൻസ് മുതലായ പ്രധാനപ്പെട്ട വകുപ്പുകളുണ്ട്. എക്സ്റ്റേണൽ അഫയേഴ്സ് ആയിരുന്നാലും ഡിഫൻസ് ആയിരുന്നാലും ഇതൊക്കെ കേന്ദ്ര സർക്കാരിൽ മാത്രം നിക്ഷിപ്തമായിട്ടുള്ള വകുപ്പുകളാണ്. എന്നാൽ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ വരുന്ന ആഭ്യന്തര വകുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കേന്ദ്രത്തിന് ഇടപെടുന്നതിന് ഒരു പരിധിയുണ്ട്. അത്തരത്തിൽ അനാവശ്യമായ അധികാരം ദുർവിനിയോഗം ചെയ്യുന്ന നയങ്ങൾക്കെതിരെ സുപ്രീം കോടതി ഒരു പരിരക്ഷ അതാത് സംസ്ഥാന സർക്കാരുകൾക്ക് കൊണ്ടുവരാൻ നിൽക്കുകയാണ്. ഇതൊരു പക്ഷേ ഇന്ത്യ മുന്നണിയുടെ കൂട്ടായ്മയുടെ വിജയം എന്ന് വേണമെങ്കിൽ കരുതാം, പറയാൻ പറ്റും. കാരണം ഇന്ത്യ മുന്നണിയിലെ പ്രതിനിധികൾ അടങ്ങുന്ന പാർട്ടികളാണ് ഇന്ത്യ ഭരിക്കുന്നത്. ഈ രണ്ട് മുന്നണിയിലും പെടാത്ത പാർട്ടികൾ ഇന്ത്യ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ തന്നെ ഇല്ല. അതുകൊണ്ടാണ് ഇത് സുഗമമായി നടപ്പിലാക്കാൻ കഴിയുന്നത്.